ഓക്കെ, വാരിയേഷൻ മെത്തേഡ് ആൻഡ് WKB മെത്തേഡ്. സോ ഈ ഒരു മൊഡ്യൂളിലും നമ്മൾ അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ആണ് സ്റ്റഡി ചെയ്യുന്ന. ഫിസിക്കൽ സിസ്റ്റംസ് അല്ലെങ്കിൽ ഫിസിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, അപ്രോക്സിമേഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യാം. കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ അത് തന്നെയാണ് കണ്ടത്. ഓക്കെ, ഇപ്പം ഒരു ഫിസിക്കൽ സിസ്റ്റം ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, പല പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താണ്, പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യാം, ടെമ്പറേച്ചർ, അങ്ങനെ പല പല പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, വാരി ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പം ഈ വാരിയേഷൻ പാരാമീറ്റേഴ്സ് അനുസരിച്ച് നമ്മുടെ ടോട്ടൽ സിസ്റ്റം അതല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ എങ്ങനെ വാരി ചെയ്യുന്നു നമുക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റും. എന്ത് വെച്ചിട്ട്, ഈ ഒരു വാരിയേഷണൽ പ്രിൻസിപ്പിൾ വെച്ചിട്ട്. ഓക്കെ, സോ ദ ബേസിക് ഡൈനാമിക്കൽ ഇക്വേഷൻസ് ഓഫ് ഫിസിക്സ് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം എ വാരിയേഷണൽ പ്രിൻസിപ്പിൾ. സോ ഫോർ എക്സാമ്പിൾ നമുക്ക് ഹാമിൽട്ടൺ പ്രിൻസിപ്പിൾ ഓഫ് ലീസ്റ്റ് ആക്ഷൻ ഓക്കെ can be derived from Lagrange's equation of motion. Okay, and Fermat principle of least time can be derived from Acornal equation in optics. Similarly, quantum mechanics in basic equation എന്താണ്, ഷോർഡിഞ്ചർ ഇക്വേഷൻ ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ടേഷൻ വാല്യൂ ഓഫ് ഹാമിൽട്ടോണിയൻ, സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ നമുക്ക് അറിയാമെങ്കിൽ അതിൻ്റെ എക്സ്പെക്ടേഷൻ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രം ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഷോർഡിഞ്ചർ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്യാൻ പറ്റും. സോ യൂസിങ് ദി variation principle. Okay, so we can say that Schrodinger equation is equivalent to a variational equation. Okay, so requirements for variational principle എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഒരു ഫിസിക്കൽ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ എന്താണത്, പാരാമീറ്റേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. ആ പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും, വാരി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വാരി ചെയ്യുന്നതനുസരിച്ചിട്ട് നമ്മുടെ ടോട്ടൽ സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷൻ ഉണ്ടായിരിക്കില്ല, അതിനെന്ത് മാറ്റം വരും എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത്, okay, first we need a function which would be stationary with respect to variations of its parameters. That means suppose we have a function f. Okay, f എന്ന് പറയുന്നത് ആൽഫയുടെ ഫംഗ്ഷനാണ്. f is equal to f of alpha. ആൽഫ എന്ന് പറയുന്നതാണ് നമ്മുടെ പാരാമീറ്റർ, ഏത് പാരാമീറ്ററും ആവാം. അപ്പോൾ ആൽഫ എന്ന് പറയുന്നത് ആൽഫ, ബീറ്റ, ഗാമ ഏത് പാരാമീറ്റർ വേണമെങ്കിലും വരാം. അപ്പോൾ സപ്പോസ് f is equal to f of alpha, then എന്താ ചെയ്യുന്നത്, ഈ ആൽഫ എന്ത് ചെയ്യാണ്, വാരി ചെയ്യാണ്. ഓക്കെ, പാരാമീറ്റർ ആൽഫ എന്ത് ചെയ്യുന്നു, വാരി ചെയ്യുന്നു, ഡെൽറ്റ ആൽഫയായിട്ട് മാറുന്നു. ഓക്കെ, ദാറ്റ് ഈസ് ഡെൽറ്റ ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൽഫ മൈനസ് ആൽഫ സീറോ. ആൽഫ സീറോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇനീഷ്യൽ വാല്യൂ ഓഫ് ദാറ്റ് പാരാമീറ്റർ ആണ്. സോ ഡെൽറ്റ ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ആൽഫ സീറോ. ദെൻ കീപ്പിംഗ് അതർ പാരാമീറ്റേഴ്സ് കോൺസ്റ്റൻറ്റ്. ആൽഫ മാത്രമല്ല പാരാമീറ്റർ ആയിട്ടുണ്ടാവുള്ളൂ, മറ്റു പല പാരാമീറ്റേഴ്സും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം കീപ്പിംഗ് കോൺസ്റ്റൻറ്റ് ആരാണ് വാരി ചെയ്യുന്നത്, ആൽഫ വാരി ചെയ്യാണ്, ഡെൽറ്റ ആൽഫ ആയിട്ട് മാറുകയാണ്. ഓക്കെ, സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ എഫ് അല്ലേ, ഡെൽറ്റ ആൽഫ വാരി ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് വരണം, നമ്മുടെ വേവ് ഫംഗ്ഷൻ നമ്മുടെ ഫംഗ്ഷന് ഡെൽറ്റ എഫ് ഒരു ചേഞ്ച് ഉണ്ടായിരിക്കും അല്ലേ. സോ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് എഫ് ഓഫ് ആൽഫ മൈനസ് എഫ് ഓഫ് ആൽഫ സീറോ. ഓക്കെ, സോ നമുക്കതിന് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാലോ. ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ ആൽഫ അറ്റ് ആൽഫ സീറോ ഇൻറ്റു ഡെൽറ്റ ആൽഫ പ്ലസ് ഡോ സ്ക്വയർ എഫ് ഡിവൈഡ് ബൈ ഡോ ആൽഫ സ്ക്വയർ അറ്റ് ആൽഫ സീറോ ഇൻറ്റു ഡോ ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് എറ്റ്സെട്ര. സോ അതിന് നമുക്ക് അപ്രോക്സിമേറ്റ്ലി എങ്ങനെ എഴുതാം, ഡോ എഫ് ബൈ ഡോ ആൽഫ അറ്റ് ആൽഫ സീറോ ഇൻറ്റു ഡെൽറ്റ ആൽഫ. ഓക്കെ, സോ ദിസ് ഇസ് ഇനി ഫോർ എ സ്റ്റേഷനറി, അതായത് എഫ് സ്റ്റേഷനറി ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു നമ്മുടെ റിക്വയർമെൻറ്റ് എന്തായിരുന്നു, ഫംഗ്ഷൻ വുഡ് ബി സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു വാരിയേഷൻ ഇൻ പാരാമീറ്റർ. അപ്പം എഫ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഡെൽറ്റ എഫ് ആക്ച്വലി എന്ത് ചേഞ്ച് ആവാൻ പാടില്ല, ഡെൽറ്റ എഫ് വരാൻ പാടില്ല, അവിടെ എഫ് തന്നെയായിട്ട് മാറണം. ആൽഫ മാറിയാലും നമ്മുടെ ഫംഗ്ഷൻ എന്താ എഫ് തന്നെ ആയിട്ട് നിൽക്കണം, അവിടെ ചേഞ്ച് വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് സ്റ്റേഷനറി ആവണമെങ്കിൽ എന്ത് സംഭവിക്കണം, മറ്റേ ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ സീറോയിൽ എഫ് സ്റ്റേഷനറി ആയിരിക്കണമെങ്കിൽ വാട്ട് ഹാപ്പൻ, എന്താ ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഡോ എഫ് ഡിവൈഡഡ് ബൈ ഡോ ആൽഫ അറ്റ് ആൽഫ സീറോ ഈക്വൽ ടു സീറോ ആയിരിക്കണം അല്ലേ. ഈ ഇവിടെ എന്തുണ്ടാവില്ല, ഡെറിവേറ്റീവ് സീറോ ആയിരിക്കണമല്ലോ, അപ്പോഴാണ് എഫ് സ്റ്റേഷനറി ആവുള്ളൂ അല്ലേ, എഫ് കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടുള്ളൂ. ഡെറിവേറ്റീവ് സീറോ ആകുമ്പോൾ എഫ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ എന്താണ്, എഫ് അവിടെ എന്താണ്, എഫിന് മാറ്റമൊന്നും വരുന്നില്ല എന്നാണ് നമുക്കന്ന് മനസ്സിലാവുക. അതായത് എഫ് എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. ഏതൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം, ഡെൽറ്റ എഫ് ഈസ് ഈക്വൽ ടു സീറോ, ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ ആൽഫ അറ്റ് ആൽഫ സീറോ ഈക്വൽ ടു സീറോ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എഫ് കോൺസ്റ്റൻ്റ് ആണ്, ദാറ്റ് ഈസ് എഫ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. അപ്പോൾ എഫ് കോൺസ്റ്റൻ്റ് ആയിരിക്കണമെങ്കിൽ ഇപ്പോൾ ഇവിടെ എന്താ കാണിക്കുന്നത്, ഒരു റേറ്റ് ഓഫ് ചേഞ്ച് അല്ലേ കാണിക്കുന്നത്. സോ എഫ് ഓഫ് ആൽഫ സീറോ അറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ സീറോയിൽ എഫ് ഓഫ് ആൽഫ എന്ന് പറയുന്നത് എഫ് ഓഫ് ആൽഫ സീറോ ആയിട്ട് മാറിക്കും.
എഫ് ഓഫ് ആൽഫ 0 എന്ന് പറയുന്നത് ഒന്നുകിൽ മാക്സിമം, എയ്തർ മാക്സിമം ഓർ മിനിമം. ആൽഫ 0യിൽ എഫിൻ്റെ വാല്യൂ ഒന്നുകിൽ മാക്സിമം വാല്യൂ ആയിരിക്കും, അതല്ലെങ്കിൽ മിനിമം വാല്യൂ ആയിരിക്കും. കാരണം മാക്സിമം വാല്യൂ ആണെന്നുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചേഞ്ച് പോകാൻ പറ്റില്ല നമുക്ക്. അതേപോലെ തന്നെ മിനിമം വാല്യൂ ആണെന്നുണ്ടെങ്കിലും അതിന് താഴത്തോട്ട് നമുക്കൊരു ചേഞ്ച് വരാൻ പാടില്ല, അല്ലേ? അപ്പോഴാണല്ലോ നമ്മുടെ എഫ് എന്ന് പറയുന്നത് നമുക്ക് സ്റ്റേഷനറി ആയിട്ട് കിട്ടുള്ളൂ. സോ ആൽഫ 0യിൽ എന്തായിരിക്കും, എയ്തർ മാക്സിമം ഓർ മിനിമം ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു മിനിമത്തിന് താഴത്തേക്ക് പിന്നെ പോവില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വാരിയേഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ്, ഇപ്പോൾ ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ വാരിയേഷണൽ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് ഈക്വലൻ ടു വാരിയേഷണൽ ഇക്വേഷൻ. എന്താണ് ഹാമിൽട്ടോണിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. സോ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് അങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ ക്വാണ്ടം മെക്കാനിക്സിലെ ബേസിക് ഇക്വേഷൻ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആണ്. എന്താണ്, ഈസ ഈക്വൽ ടു എച്ച് ഐ. ഇതാണല്ലോ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഈസ ഈക്വൽ ടു എച്ച് എസ് ഐ ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് റിക്വയർമെൻറ്റ് എന്തായിരുന്നു, സ്റ്റേഷനറി ഫംഗ്ഷൻ വിച്ച് വുഡ് ബി സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു വാരിയേഷൻ ഇൻ പാരാമീറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ നമ്മുടെ ക്യു എമ്മിൽ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ കേസിൽ ഇ ഓഫ് സൈ എന്ന് പറയുന്നതാണ് നമ്മുടെ എഫ്, ക്യാപിറ്റൽ എഫ്. കാരണം എന്താണ്, ഇക്ക് എനർജിക്ക് എന്ത് വരരുത്, മാറ്റം വരരുത്. ആര് മാറിയാലും സൈ എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ മാറിയാലും എനർജിക്ക് എന്ത് സംഭവിക്കരുത്, മാറ്റം വരരുത്. അപ്പോൾ ഇ ഓഫ് സൈ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ ഹൂസ് വാല്യൂ സ്റ്റേഷനറി വിത്ത് റെസ്പെക്ട് ടു പാരാമീറ്റർ സൈ. ഓക്കെ, സൈ മാറിയാലും ഇ മാറരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ മുന്നിൽ പറഞ്ഞ ഈ കണ്ടീഷൻസൊക്കെ ആർക്കാണ് ബാധകമായിട്ടുള്ളത്, ഇക്കാണ് ഇവിടെ എനർജി, ഇ ഓഫ് സൈക്കാണ് ഇവിടെ ബാധകമായിട്ടുള്ളത്. ഓക്കെ, സോ എങ്ങനെയാണ് എനർജീനെ നമ്മളിങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഹാമിൽട്ടോൺ നമുക്ക് നൗൺ ആണെന്നുണ്ടെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു സൈ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് ഹാമിൽട്ടോൺ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, ഇ ഓഫ് സൈ കിട്ടും. അതേപോലെ തന്നെ സൈ നോർമലൈസ്ഡ് അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യണം, നോർമലൈസ് ചെയ്യണം, അതാണ് ആ ഫാക്ടർ. ഓക്കെ, സോ ഇ ഓഫ് സൈ ഈസ് ഈക്വൽ ടു ബ്രാ സൈ എച്ച് ക്യാപ് കെറ്റ് സൈ ഡിവൈഡഡ് ബൈ ബ്രാ സൈ കെറ്റ് സൈ. ഓക്കെ, സൈ ഇവിടെ സൈനെയാണ് നമ്മൾ എന്ത് പറഞ്ഞാൽ അതാണ് വാരി ചെയ്യുന്ന വേവ് ഫംഗ്ഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനെ എന്തെന്ന് പറയും, ഒന്നുകിൽ വാരിയേഷണൽ വേവ് ഫംഗ്ഷൻ ഓർ അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് ട്രയൽ വേവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സൈനെ നമ്മൾ ചൂസ് ചെയ്യണം. എങ്ങനെയാണ് സൈനെ ചൂസ് ചെയ്ത് കഴിഞ്ഞത്, സൈനെ നമ്മൾ ചൂസ് ചെയ്യുന്നു. അപ്പോൾ സൈ ചൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആര് കോൺസ്റ്റൻ്റ് ആയിരിക്കണം അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിരിക്കണം, ഇ എന്ന് പറയുന്നത് സ്റ്റേഷനറി ആയിരിക്കണം. ഓക്കെ, ഇനി എച്ച് എന്ന് പറഞ്ഞെങ്കിൽ സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയനാണ്. സോ ഈ ഒരു ഇക്വേഷനെ, അതായത് ഇ സൈ is equal to psi h psi divided by psi psi. So this is called the Rayleigh-Ritz variational formula. Okay, and the variational method based on this equation. Okay, Rayleigh-Ritz variational formula നെ ബേസ് ചെയ്തിട്ടുള്ള variational മെത്തേഡിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് Rayleigh-Ritz മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു പ്രിൻസിപ്പിളാണ് നമ്മൾ ഫോളോയിങ് പ്രോബ്ലംസിൽ ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു 0 ആയാൽ, അല്ലെ ഡെൽറ്റ എഫ് ഇസ് ഈക്വൽ ടു 0 ആയാലാണ് എഫിന് എന്ത് വാല്യൂസ് കിട്ടുക, സ്റ്റേഷനറി വാല്യൂസ് കിട്ടുക. സ്റ്റേഷനറി വാല്യൂസ് ഏതൊക്കെയായിരിക്കും, ഒന്നുകിൽ മാക്സിമം വാല്യൂ ആയിരിക്കും, അതല്ലെങ്കിൽ മിനിമം വാല്യൂ ആയിരിക്കും. ഇവിടെ നമ്മുടെ എഫിൻ്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്, ഇ ആണ് കിടക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ എനർജിയുടെ എന്താണ് സ്റ്റേഷനറി വാല്യൂസ് കിട്ടണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്തായിരിക്കും, ഡെൽറ്റ ഇ ഓഫ് സൈ ഇസ് ഈക്വൽ ടു 0, അല്ലേ? isn't it? So delta E of psi is equal to 0 സാറ്റിസ്ഫൈ ആവുമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റേഷനറി വാല്യൂസ് ഓഫ് ഇ ഓഫ് സൈ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ടു പ്രൂവ് ഡെൽറ്റ ഇ ഓഫ് സൈ ഈസ് ഈക്വൽ ടു 0, സോ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ് കിട്ടുക. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. എന്താണ്, നമുക്കറിയാം Rayleigh-Ritz ഫോർമുല ഇ ഓഫ് സൈ ഈസ് ഈക്വൽ ടു എന്താണ്, സൈ എച്ച് സൈ ഡിവൈഡഡ് ബൈ സൈ സൈ ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ നോർമലൈസേഷൻ ഉണ്ടല്ലോ അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈക്വൽ ടുൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇ ഓഫ് സൈ ഇൻറ്റു സൈ സൈ ഇസ് ഈക്വൽ ടു സൈ എച്ച് സൈ എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, വേരിയേഷൻ എടുക്കുകയാണ്. സോ രണ്ട് സൈഡിലും നമ്മൾ വാരിയേഷൻ എടുക്കുകയാണ്. ഓക്കെ, ടേക്കിംഗ് ദി വാരിയേഷൻ ഓഫ് ഇക്വേഷൻ കറസ്പോണ്ടിങ് ടു ദ വാരിയേഷൻ ഡെൽ സൈ ഇൻ സൈ. ഓക്കെ, സൈ മാറുന്നു, സൈ മാറിയിട്ട് ഡെൽ സൈ ആയി മാറുകയാണ്. അപ്പോൾ വേരിയേഷൻ ഡെൽ സൈ ആയിക്കഴിഞ്ഞാൽ ഡെൽ ഇ എന്ന് പറയുന്നൊരു വാരിയേഷനും അവിടെ ഉണ്ടാവും. സോ രണ്ട് സൈഡിലും നമ്മൾ ഡെൽ സൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാരിയേഷൻസ് എടുക്കുകയാണ്. ഓക്കെ,
സോ വാട്ട് ഹാപ്പൻ, ഇവിടെ ഈ രണ്ട് സൈഡിലുമാണ് നമ്മൾ വാരിയേഷൻ എടുക്കുന്നത്. സോ ഈ ഇ ഓഫ് സൈ വിൽ ബിക്കം എന്താണ്, ഡെൽറ്റ ഇ അല്ലേ. സോ ഡെൽറ്റ ഇ ബ്രാ സൈ കെറ്റ് സൈ, അതുപോലെ തന്നെ ബ്രാ സൈക്കും വാരിയേഷൻ സംഭവിക്കും, അത് ഡെൽ സൈ ആയിട്ട് മാറും. അതുപോലെ തന്നെ എന്താണ്, കെറ്റ് സൈക്കും വാരിയേഷൻ സംഭവിക്കും, അത് ഡെൽ സൈ ആയിട്ട് മാറും. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ആ രണ്ട് ഫാക്ടേഴ്സും ഉണ്ടാവുമല്ലോ ഈ ഒരു സൈഡിൽ വാരിയേഷൻ എടുക്കുന്ന സമയത്ത്. സോ ദാറ്റ് ഈസ് ഡെൽറ്റ ഇ ബ്രാ സൈ കെറ്റ് സൈ പ്ലസ് ബ്രാ ഡെൽറ്റ സൈ കെറ്റ് സൈ ഇ പ്ലസ് ബ്രാ സൈ കെറ്റ് ഡെൽറ്റ സൈ ഇ. അതേപോലെ തന്നെ റൈറ്റ് സൈഡിൽ എന്താണ്, ബ്രാ സൈക്ക് ഡെൽറ്റ സൈ വാരിയേഷൻ വരും. അപ്പം ബ്രാ ഡെൽറ്റ സൈ എച്ച് സൈ പ്ലസ് സൈ എച്ച് ഡെൽറ്റ സൈ. ഓക്കെ, വാരിയേഷൻ എടുത്തു. നൗ നമ്മൾ എന്ത് ചെയ്യാണ്, റീഅറേഞ്ച് ചെയ്യാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ. സോ ബ്രാ സൈ കെറ്റ് സൈ ഡെൽറ്റ ഇ ഇസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് ഈ ഒരു ടേമിനെ മാത്രം ഇവിടെ നിർത്തി ബാക്കിയുള്ളതിനൊക്കെ ഈക്വൽ ടുവിനെ അപ്പുറത്തേക്ക് കൊണ്ട്, ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ സൈ എച്ച് സൈ പ്ലസ് സൈ എച്ച് ഡെൽറ്റ സൈ മൈനസ് ഡെൽറ്റ സൈ സൈ ഇ മൈനസ് ബ്രാ സൈ കെറ്റ് ഡെൽറ്റ സൈ ഇ. ഇനി ഇതിലെന്ത് ചെയ്യാണ്, ഈ രണ്ട് ടേംസിനെ ഒരുമിച്ച് എഴുതാം. ഓക്കെ, സോ ബ്രാ ഡെൽറ്റ സൈ എച്ച് മൈനസ് ഇ, ഓക്കെ, കെറ്റ് സൈ പ്ലസ് ബ്രാ സൈ എച്ച് മൈനസ് ഇ കെറ്റ് ഡെൽറ്റ സൈ. നൗ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ഇതിന് നമുക്ക് ഇതിപ്പോൾ ബ്രാ ഡെൽറ്റ സൈ കെറ്റ് സൈ എന്നുള്ള ഫോമിലാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ബ്രാ ഡെൽറ്റ സൈ കെറ്റ് സൈ എന്നുള്ള ഫോമിൽ എഴുതാം. എങ്ങനെയാണ്, അതിന് നേരെ കോൺജുഗേറ്റ് എടുത്താൽ മതിയല്ലോ. കോൺജുഗേറ്റ് എടുത്തു കഴിഞ്ഞാൽ ബ്രാ കെറ്റായിട്ടും കെറ്റ് ബ്രാ ആയിട്ടും മാറി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ദിസ് ഈസ് ഈക്വൽ ടു ബ്രാ ഡെൽറ്റ സൈ എച്ച് മൈനസ് ഇ കെറ്റ് സൈ പ്ലസ് ബ്രാ ഡെൽറ്റ സൈ എച്ച് മൈനസ് ഇ കെറ്റ് സൈ ഹോൾ സ്റ്റാർ അല്ലേ, കോൺജുഗേറ്റ് എടുത്തത് അവിടെ. ഓക്കെ, ഓക്കെ, നമ്മുടെ കണ്ടീഷൻ എന്തായിരുന്നു, ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 0. സോ വെൻ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 0, വാരിയേഷൻ ഇൻ എനർജി ഈസ് ഈക്വൽ ടു 0. ഓക്കെ, വെൻ ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യണം, കണ്ടീഷൻ 0 ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഡെൽ സൈ എച്ച് മൈനസ് ഇ സൈ പ്ലസ് ഡെൽ സൈ എച്ച് മൈനസ് ഇ സൈ ദി ഹോൾ സ്റ്റാർ. ആൻഡ് ഇതിൻ്റെ എന്താണ്, റിയൽ പാർട്ട് മാത്രം നമ്മൾ എടുക്കുകയാണ്. സോ ടേക്കിംഗ് ദി റിയൽ പാർട്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഹോൾ സ്റ്റാർ അല്ലേ, സോ ദിസ് ഈസ് ഇമാജിനറി പാർട്ട്, കോൺജുഗേറ്റ് എടുത്തു. അതുപോലെ തന്നെ ഇത് റിയൽ പാർട്ടും ആയിരിക്കും. ഓക്കെ, സോ റിയൽ പാർട്ട് മാത്രം എടുക്കുകയാണ്, ടേക്കിംഗ് ദി റിയൽ പാർട്ട് ഈക്വൽ ടു 0. സോ റിയൽ പാർട്ട് ഓഫ് ബ്രാ ഡെൽ സൈ എച്ച് മൈനസ് ഇ കെറ്റ് സൈ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം, റീപ്ലേസ് ചെയ്യാണ്. റീപ്ലേസിങ് ഡെൽറ്റ സൈ ബൈ ഡെൽറ്റ സൈ പ്രൈം. ഓക്കെ, റിയലിൽ നിന്ന് നമ്മൾ ഇനി ഇമാജിനറിയിലേക്ക് പോവുകയാണ്. സോ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻ ഡെൽ സൈനെ ഡെൽ സൈ പ്രൈം വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ആ ഡെൽ സൈ പ്രൈം ഈസ് ഈക്വൽ ടു ഐ ഡെൽ സൈ ആണ്. ഓക്കെ, ഇതാ. ഓക്കെ, സോ ഡെൽ സൈനെ ഡെൽ സൈ പ്രൈം വെച്ചിട്ട് റീപ്ലേസ് ചെയ്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡെൽ സൈ. കാരണം റിയലിൽ നിന്ന് നമ്മൾ ഇമാജിനറിക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ 2 സ്റ്റെപ്പായിട്ട് എഴുതിയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ നോക്കിക്കോ. ഇതാ, ഞാൻ എന്ത് ചെയ്തു, സൈനെ ഡെൽ സൈനെ ഐ ഇൻറ്റു ഡെൽ സൈ ആക്കി റീപ്ലേസ് ചെയ്തു ഇവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 0 ഈസ് ഈക്വൽ ടു ബ്രാ ഐ ഡെൽ സൈ എച്ച് മൈനസ് ഇ സൈ പ്ലസ് ബ്രാ ഐ ഡെൽ സൈ എച്ച് മൈനസ് ഇ കെറ്റ് സൈ ദി ഹോൾ സ്റ്റാർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്യണം, ഐനെ പുറത്തേക്ക് എടുക്കുക. ഐ സ്റ്റാർ ഈസ് ഈക്വൽ ടു മൈനസ് ഐ അല്ലേ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ബ്രായിൽ നിന്നാണ് ആരിനെ പുറത്തേക്ക് എടുക്കണം, ഐനെ പുറത്തേക്ക് എടുക്കണം. അപ്പോൾ അതെന്താണ്, മൈനസ് ഐ ആയിട്ട് മാറുമല്ലോ. ബ്രാ ആൻഡ് കെറ്റ് ആ ഒരു വ്യത്യാസം നമുക്കറിയാലോ, കോൺജുഗേറ്റ് ആയിരിക്കുമല്ലോ. അപ്പം ഐനെ ഞാൻ ബ്രാന്ന് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് മൈനസ് ഐ ആയിട്ട് മാറി. ദെൻ ബാക്കിയുള്ള ടേംസ് അതാ ഡെൽറ്റ സൈ എച്ച് മൈനസ് ഇ കെറ്റ് സൈ പ്ലസ് ഈ ഐനെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഐനെ പുറത്തേക്ക് എടുക്കുമ്പോൾ അവിടെ നെഗറ്റീവ് വരും. പക്ഷേ ഇവിടെ എന്താണ്, സ്റ്റാർ അല്ലേ, കോൺജുഗേറ്റ് ആയതുകൊണ്ട് അവിടെ പ്ലസ് സൈൻ തന്നെ വന്നു. സോ പ്ലസ് ഐ ബ്രാ ഡെൽ സൈ എച്ച് മൈനസ് ഇ കെറ്റ് സൈ ഹോൾ സ്റ്റാർ വന്നു. അപ്പം ഞാൻ രണ്ടൊന്നും കൂടി മൈനസ് ഐനെ പുറത്തേക്ക് എടുക്കുകയാണ്. ഓക്കെ, സോ
മൈനസ് ഐ, ബാക്കിയുള്ള ടേംസ് ബ്രാ ഡെൽറ്റ സൈ എച്ച് മൈനസ് ഇ സൈ മൈനസ് ബ്രാ ഡെൽറ്റ സൈ എച്ച് മൈനസ് ഇ ഗെറ്റ് സൈ ഹോൾ സ്റ്റാർ. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്താണ് ഐൻ്റെ ടേമാണ് വന്നത്. അപ്പോൾ അതെന്തായി മാറ്റി നമ്മൾ റിയലിൽ നിന്ന് നമ്മൾ എന്തിലേക്ക് എത്തി, ഇമാജിനറിക്ക് എത്തി. സോ നമുക്ക് എന്ത് എഴുതാം, ഇമാജിനറി പാർട്ട് ഓഫ് ഡെൽ സൈ ബ്രാ ഡെൽ സൈ എച്ച് മൈനസ് ഇ ഗെറ്റ് സൈ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ രണ്ട് ഇക്വേഷൻ 2ഉം 3ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ബ്രാ ഡെൽ സൈ എച്ച് മൈനസ് ഇ സൈ ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, സോ ഒരു ആർബിട്രറി ഡെൽ സൈ, ഇപ്പോൾ ഡെൽ സൈ എന്താ നമുക്കറിയില്ല, വേരിയേഷൻ ഏതോ ഒരു പാരാമീറ്റർ അല്ലേ, അതെ വാരിയേഷനാണ്. അപ്പോൾ ഫോർ ആർബിട്രറി ഡെൽ സൈ എന്തായിരിക്കണം, ഈ ഒരു കണ്ടീഷൻ നമുക്ക് എഴുതാൻ പറ്റും. എന്താണ്, എച്ച് മൈനസ് ഇ ഗെറ്റ് സൈ എന്തായിരിക്കണം, ഇറ്റ് ഈസ് ഈക്വൽ ടു 0 ആയിരിക്കണം. ദാറ്റ് ഈസ് എച്ച് സൈ മൈനസ് ഇ സൈ ഈസ് ഈക്വൽ ടു 0 എന്നാണ്. സോ ദാറ്റ് ഈസ് എച്ച് സൈ ഈക്വൽ ടു ഇ സൈ. ഇതാണ് നമ്മുടെ എന്ത് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഫോർ സ്റ്റേഷനറി സ്റ്റേറ്റ്. അപ്പം ഡെൽറ്റ ഇ ഓഫ് സൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു കണ്ടീഷനിൽ നിന്ന് അല്ല ആ ഒരു ഇക്വേഷൻ്റെ സൊല്യൂഷനായിട്ട് നമുക്ക് കിട്ടിയതാണ് നമ്മുടെ ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. എച്ച് സൈ ഈസ് ഈക്വൽ ടു ഇ സൈ ആണ് നമുക്ക് എഴുതാൻ പറ്റി. സോ ഇതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, എന്താണ് വാരിയേഷൻ പ്രിൻസിപ്പിളിൽ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ ബേസിക് ഇക്വേഷൻ ആയിട്ടുള്ള ഷ്രോഡിഞ്ചർ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്യുകയും ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മളൊരു പ്രോബ്ലം ആണ് നോക്കുന്നത്. എ ട്രയൽ ഫംഗ്ഷൻ ഫോർ എ വാരിയേഷൻ കാൽക്കുലേഷൻ ഈസ് ഓഫ് ദ ഫോം. എന്താ ട്രയൽ ഫംഗ്ഷൻ നമ്മൾ സൈ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇ ഓഫ് സൈയിലാണെങ്കിൽ സൈ ആണ്. അപ്പം ഇവിടെ ഈ ഒരു കേസിൽ റിയലി റിറ്റ്സ് ആയതുകൊണ്ട് ഇ ഓഫ് സൈ. അപ്പോൾ ട്രയൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈ ഈസ് ഈക്വൽ ടു അവർ തന്നിട്ടുണ്ട് 50 പ്ലസ് എന്താണ് സ്മോൾ ഇ 51 ആണ്. ഓക്കെ, വേർ മോഡുലസ് ഓഫ് സ്മോൾ ഇ മച്ച് ലെസ് ദാൻ 1. ഓക്കെ, ആൻഡ് 5051 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോർമലൈസ്ഡ്. ഓക്കെ, നോർമലൈസ്ഡ് ആണ് തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കാണേണ്ടത്, ഒബ്റ്റെയിൻ ദ കണ്ടീഷൻ ഓൺ 50 ആൻഡ് 51 ഫോർ ഇ ഓഫ് സൈ. ഇ ഓഫ് സൈ defined by we have that equation E of psi is equal to psi h psi divided by psi psi. Okay, to be stationary to first order in small e. Okay, so നമ്മൾ എന്തായിരിക്കും കണ്ടീഷൻ ഡെൽറ്റ ഇ ഓഫ് സൈ ഈക്വൽ ടു 0. ഇതിൻ്റെ സൊല്യൂഷൻസ് ആണ് നമുക്ക് സ്റ്റേഷനറി വാല്യൂസ് ഓഫ് ഇ ഓഫ് സൈ തരുന്നത്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്, മാക്സിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷനും ഉണ്ടായിരിക്കും, മിനിമത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സൊല്യൂഷനും ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ സൊല്യൂഷൻസ് കറസ്പോണ്ടിങ് ടു മിനിമം ആണ് എടുക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ലെറ്റിംഗ് സെറ്റ് 5K സെറ്റ് 5K ബി. അപ്പം ദ കംപ്ലീറ്റ് ഓർത്തോനോർമൽ സെറ്റ് ഓഫ് ഏഗൻ ഫംഗ്ഷൻ ഓഫ് എച്ച്, ദാറ്റ് ഈസ് ദി ഹാമിൽട്ടൺ. കാരണം ഇവിടെ സൈ തന്നിട്ടുണ്ട് എന്താണ് 50 പ്ലസ് ഒരു സ്മോൾ ഇ 51 ആണ്. ദാറ്റ് ഈസ് ഇതൊരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് 5K ആയിട്ടാണ് നമുക്ക് സൈ തന്നിട്ടുള്ളത് അല്ലേ, ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 5K എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓർത്തോനോമൽ സെറ്റ് ഓഫ് ഏഗൻ ഫംഗ്ഷൻസ് ഓഫ് ദി ഹാമിൽട്ടോണിയൻ, സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ. ദെൻ കെറ്റ് സൈൻ നമുക്ക് എങ്ങനെ എഴുതാം, ഫ്രം ദി പ്രോബ്ലത്തിൽ തന്നെ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് 5 ആണ്. സോ സമ്മേഷൻ ഓവർ ജെ സി ജെ കെറ്റ് 5J നമുക്ക് എഴുതാം. സോ നമ്മൾ ഇക്വേഷൻ ഇ ഓഫ് സൈ നമുക്കറിയാലോ, നമ്മുടെ വാരിയേഷൻ ഫോർമുലയാണ് റിയലി റിറ്റ്സ് വാരിയേഷൻ ഫോർമുല, സൈ എച്ച് സൈ ഡിവൈഡ് ബൈ സൈ സൈ ആണ്. അപ്പോൾ നമ്മളിതിൽ കെറ്റ് സൈക്ക് പകരം ആരുടെ വാല്യൂ എന്താ കൊടുക്കേണ്ടത്, സമ്മേഷൻ ഓവർ ജെ സി ജെ ഇൻറ്റു കെറ്റ് 5J ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, സി ജെ ഇൻറ്റു കെറ്റ് 5J കിട്ടും. അതുപോലെ തന്നെ സി ജെ ഇൻറ്റു ബ്രാ 5J കിട്ടും. അപ്പോൾ നമുക്കിവിടെ മോഡ് സി ജെ സ്ക്വയർ വന്നു. അതുപോലെ തന്നെ എച്ച് സൈ ഈക്വൽ ടു ഇ സൈ ആണ്. അപ്പോൾ അതുപോലെ ഇവിടെ എന്ത് വരും, ഇ ജെ എന്നുള്ളതാണ് ഈഗൻ വാല്യൂ. ഓക്കെ, സോ സമ്മേഷൻ ഓവർ ജെ മോഡ് സി ജെ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇ ജെ കിട്ടി, ഡിവൈഡഡ് ബൈ നോർമലൈസേഷൻ ചെയ്യുകയാണ്. അപ്പം സമ്മേഷൻ ഓവർ ജെ മോഡ് സി ജെ സ്ക്വയർ. ഓക്കെ, സോ വിച്ച് ഈസ്, അപ്പോൾ ഇവിടെ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് അതിനൊരു മിനിമം വാല്യൂ ഉണ്ടായിരിക്കും, മാക്സിമം വാല്യൂ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഏറ്റവും മിനിമം വാല്യൂ എന്താ പറയുക, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ജെ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നതായിരിക്കും മിനിമം വാല്യൂ. സോ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു E0. അപ്പോൾ നമുക്ക് ഈ ഒരു അതൊന്ന് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാരിയേഷണൽ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ എനർജി കണ്ടുപിടിക്കുന്ന സമയത്ത്
നമുക്ക് ഒന്നുകിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിനോട് ഈക്വലോ അതല്ലെങ്കിൽ അതിനെക്കാട്ടിലും കൂടുതൽ, അതായത് എക്സൈറ്റഡ് സ്റ്റേറ്റിലോ ഉള്ള ഒരു എനർജി ആയിരിക്കും നമുക്ക് കിട്ടുക variation method യൂസ് ചെയ്യുമ്പോൾ. സോ ദ എനർജി ഫൗണ്ട് ഔട്ട് യൂസിങ് variation method ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജി. ഓക്കെ, here EJ is the eigenvalue of Hamiltonian corresponding to 5J. ഓക്കെ, അപ്പോൾ 5Jക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടീഷൻ എന്താണ്? EJ is the eigenvalue of Hamiltonian corresponding to 5J and E0 is the ground state energy. Okay, that is the smallest EJ. So according to this equation, what E of psi 0 is greater than or equal to E of 0. So here is a 0. Okay, thus the procedure gives an upper limit to E0 and psi 0. Now the steps in applying variational method. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്കറിയാം എന്താണ്, നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു ട്രയൽ വേവ് ഫങ്ഷനാണ് നമുക്ക് ആവശ്യമുള്ളത്. ഓക്കെ, വി വാണ്ട് ടു ചൂസ് എ ട്രയൽ വേവ് ഫങ്ഷൻ, മേക്ക് എ ഗസ് ഓഫ് ട്രയൽ വേവ് ഫങ്ഷൻ ഇൻ ടേംസ് ഓഫ് അൺനോൺ പാരാമീറ്റേഴ്സ് ആൽഫ, ബീറ്റ, ഗാമ എക്സെട്ര. ദാറ്റ് ഈസ് സൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് വെക്റ്റർ ആർ സെമിക്കോളൻ ആൽഫ, ബീറ്റ, ഗാമ എക്സെട്ര. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, ഇപ്പോൾ സൈ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്, അപ്പോൾ നമുക്കതിനെ നോർമലൈസ് ചെയ്യണം. ഓക്കെ, ആ ടേമാണിത് കൊടുത്തിരിക്കുന്നത്. സോ അടുത്ത സ്റ്റെപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ആ സൈനെ നമ്മൾ നോർമലൈസ് ചെയ്യണം. ഓക്കെ, നൗ നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം, എനർജി കാൽക്കുലേറ്റ് ചെയ്യണം. സോ കാൽക്കുലേറ്റ് എനർജി യൂസിങ് ദി ഇക്വേഷൻ ഏതാണ്? റെയ്ലി-റിറ്റ്സ് വേരിയേഷൻ ഫോർമുല അല്ലേ? E of psi is equal to psi xi ഡിവൈഡഡ് ബൈ psi psi. ഓക്കെ, നോർമലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫാക്ടർ 1 ആയിട്ട് മാറും ചെയ്യും. ഓക്കെ, ആൻഡ് ദെൻ E psi is equal to psi xi മാത്രമായിട്ട് മാറും നോർമലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ദെൻ നമുക്കതിന് ഇൻ്റഗ്രൽ ഫോർമുല എഴുതാം. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ psi സ്റ്റാർ ആർ സെമിക്കോളൻ ആൽഫ, ബീറ്റ എക്സെട്ര എച്ച് psi ആർ സെമിക്കോളൻ ആൽഫ, ബീറ്റ എക്സെട്ര, പിന്നെന്താണ്? ഡി ക്യൂബ് ആർ. ഇൻ്റഗ്രൽ ഫോർമുല എഴുതാം. അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യാണ്? സേ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ജെ. ഓക്കെ, ഇൻ്റഗ്രൽ നമ്മൾ ജെ വെച്ച് ജെ ഓഫ് ആൽഫ, ബീറ്റ എക്സെട്ര എന്ന് പറഞ്ഞിട്ട് ഡിനോട്ട് ചെയ്തു. ഇനി അടുത്ത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കണം. നമ്മൾ പറഞ്ഞു എന്താണ്? മാക്സിമം വാല്യൂ ഓർ മിനിമം, അതായത് സ്റ്റേഷനറി വാല്യൂസ് അല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ എന്താണ്? ഡെറിവേറ്റീവ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഡോ ജെ ബൈ ഡോ ആൽഫ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ ഇമ്പോസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പാരാമീറ്റർ ആണെന്ന് വെച്ചാൽ ഇവിടെ കൊണ്ട് നിർത്താം. അല്ല, ബീറ്റ എന്ന് പറയുന്ന പാരാമീറ്റർ ഉണ്ട് വെച്ചാൽ ഡോ ജെ ബൈ ഡോ ബീറ്റ ഈക്വൽ ടു 0, അങ്ങനെ എക്സെട്ര. എത്ര പാരാമീറ്റേഴ്സ് ആണോ ഉള്ളത് അതിനനുസരിച്ച് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ നമുക്ക് എന്ത് കിട്ടും? ആൽഫ 0 കിട്ടും അല്ലേ? അറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു ആൽഫ 0-ലായിരിക്കുമല്ലോ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അപ്പോൾ നമുക്ക് അതിന് ആൽഫ 0 കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു കണ്ടീഷൻ ഡോ ജെ ബൈ ഡോ ബീറ്റയെ നമുക്ക് എന്ത് കിട്ടും? ബീറ്റ 0 കിട്ടും. അപ്പോൾ അങ്ങനെ ആൽഫ 0, ബീറ്റ 0 എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടോ ആ വാല്യൂസ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? E of psi 0 is equal to J of alpha 0, beta 0 എക്സെട്ര. അതായത് നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഓക്കെ, ഇൻ ജനറൽ എന്താണ്? അക്യുറസി ഓഫ് ദ കാൽക്കുലേഷൻസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ദി നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ്. Okay, so good result can be obtained with only one parameter if the trial function is chosen judiciously. അപ്പോൾ എന്താണ് ട്രയൽ ഫംഗ്ഷൻ നമ്മൾ എത്ര കറക്റ്റായിട്ട് ചൂസ് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും ഈ ഒരു മെത്തേഡിൻ്റെ അക്യുറസി നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു കറക്റ്റ് ചോയ്സ് ഓഫ് ട്രയൽ വേവ് ഫംഗ്ഷനാണ്. കാരണം എല്ലാ സർക്കംസ്റ്റൻസും അതിലുള്ള എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മളൊരു വേവ് ഫംഗ്ഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ട്രൂലി ഒരു അപ്രോക്സിമേഷൻ മെത്തേഡാണ് ഈ വാരിയേഷൻ മെത്തേഡ്. സോ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്പ്. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും കൂടുതൽ.